ആടുപുലിയാട്ടം എന്ന രസകരമായ പരമ്പരാഗതമായ ഒരു നാടോടി കളിയാണ് ഇപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതിൽ ആടുപുലിയാട്ടമാണ്. 15 ആടുകളും 3 പുലിയും തമ്മിലുള്ള ഘോര യുദ്ധമാണ്. ആടുപുലിയാട്ടത്തിൻ്റെ കളമാണിത്. 15 ആടുകൾ 3 പുലികൾ. ഇനി കളി ആരംഭിക്കാം. ആദ്യം പുലിയുടെ നീക്കമാണ്. പുലി ഇതാ ഇവിടെ എവിടെയെങ്കിലും പോയി നിൽക്കുന്നു. 3 പുലികളിൽ 1. അടുത്തത് ആടിൻ്റെ അവസരമാണ്. ഈ പുലിയുടെ വെട്ടിൽ പെടാതെ വേണം ആട് പോയി നിൽക്കാൻ. അങ്ങനെ ഇവിടെ പോയി നിൽക്കുന്നു, ഈ മൂലയിൽ. അതിനു മുമ്പ് ഒരു കാര്യം മറന്നുപോയി. എങ്ങനെയാണ് പുലിയുടെ വെട്ടിൽപ്പെടുക? ഇതിന് ഇങ്ങനെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ആടിനെ പുലിക്ക് വെട്ടി ഇവിടെ നിൽക്കാൻ പറ്റും. എന്നാൽ പുലി ഇവിടെ ഉണ്ട്, ആട് ഇവിടെ ഉണ്ട്, മറ്റൊരാട് ഇവിടെ ഉണ്ട്. അതായത് പുലിക്ക് ഇതിനെ വെട്ടി ഇവിടെ വന്നു നിൽക്കാനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് ഈ ആടിനെ പുലിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് വളരെ സുരക്ഷിതമായി അവിടെ നിൽക്കുകയാണ്. പുലിക്ക് വെട്ടിയെടുക്കാൻ കഴിയില്ല. പുലിക്ക് ചാടി വരാനുള്ള ഈ സ്ഥലം ഒഴിവ് വന്നാൽ മാത്രമേ ഈ ആടിനെ പുലിക്ക് വെട്ടിയെടുക്കാൻ കഴിയുള്ളൂ. അതേസമയം പുലിയുടെ വെട്ടില്ലാത്ത നീക്കമാണെങ്കിൽ അത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് 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 ഇങ്ങനെ മാത്രമേ പോകാൻ പാടുള്ളൂ. വെട്ടുമ്പോൾ മാത്രമാണ് ഈ സ്ഥലവും കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് ചാടി വരാൻ കഴിയുള്ളൂ. മൂന്നാമത്തതിലേക്ക് ചാടി വരാൻ കഴിയുള്ളൂ. ഇതിന് നീക്കം ഒന്നുകൂടെ നോക്കാം. ആദ്യം പുലിയുടെ നീക്കമാണ്. പുലി തൻ്റെ സ്ഥാനം ഇവിടെ, ഒന്നാമത്തെ പുലി, ഒന്നാമത്തെ ആട് ഇവിടെ, രണ്ടാമത്തെ പുലി ഇവിടെ വന്നു നിന്നു, രണ്ടാമത്തെ ആട്, മൂന്നാമത്തെ പുലി ഇവിടെ വന്നു നിന്നു, മൂന്നാമത്തെ ആട്. 3 പുലികളും ഇപ്പോൾ ഈ കളത്തിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഇനി അത് നീങ്ങുകയാണ് ചെയ്യുന്നത്. ഇതിനെ വെട്ടുവാനുള്ള ശ്രമത്തിൽ ഈ പുലി ഇവിടെ വന്നു നിന്നു. ഇതിപ്പോൾ രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? ഒരാട് വന്ന് ഇവിടെ നിൽക്കണം. ഇവിടെ ആട് നിന്ന് കഴിഞ്ഞാൽ ഈ പുലിക്ക് അതിനെ വെട്ടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് തൽക്കാലം ആപത്തിലേക്ക് പോകാൻ ശ്രമിക്കാതെ, അതിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ ആട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. പുലിക്ക് ഇതിനെ വെട്ടിയെടുക്കാൻ പറ്റും. അത് ആടിന് വന്ന ഒരു അബദ്ധമാണ്. നേരെ നടുക്ക് കൊണ്ടുപോയി വെച്ചത്. ഇനി ആട് ചെയ്യുന്നത് മൂലകൾ കേന്ദ്രീകരിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ ഇതിനിപ്പോൾ വെട്ടി അങ്ങോട്ടേക്ക് ചാടാൻ കഴിയില്ല. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞു. പുലി ഇവിടെ വന്നു നിന്നു. ഇപ്പോൾ പുലി ഇവിടെ ചാടിയപ്പം ഇതിനെ വെട്ടാൻ പറ്റും. അപ്പോൾ ഇതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരാടിനെ ഇവിടെ വന്നു നിൽക്കാം. പക്ഷേ അപ്പോഴും അത് വെട്ടിയെടുക്കും. അതുകൊണ്ട് തൽക്കാലം ഇതിനെ രക്ഷപ്പെടുത്താതിരിക്കാനുള്ള ശ്രമമാണ്. ആടേതായാലും ഇവിടെ സ്ഥാനം പിടിച്ചു, ഇത് വെട്ടിയെടുത്തു. അടുത്തത് ആടിൻ്റെ നീക്കമാണ്. ഇവിടെ വന്നു നിന്നു. പുലി വീണ്ടും ഇങ്ങോട്ടേക്ക് പോയി, ഇവിടെ വന്നു നിന്നു. ഈ പുലി തന്ത്രപൂർവം ഇങ്ങോട്ടേ നീങ്ങി, ആട് ഇവിടെ വന്നു. ഈ പുലി ഇങ്ങോട്ടേക്ക് നീങ്ങി,
അപ്പോൾ ഈ പുലിക്ക് ഇപ്പോൾ എവിടെയും പോകാൻ കഴിയില്ല, വെട്ടിയെടുക്കാനും കഴിയില്ല. അതുപോലെ ഈ പുലിക്ക് ഇവിടെ എവിടെയും പോകാൻ കഴിയില്ല, വെട്ടിയെടുക്കാനും കഴിയില്ല. ഈ ആടിനെ സംബന്ധിച്ച് ഇതുകൊണ്ട് വെട്ടിയെടുക്കാൻ കഴിയില്ല, കാരണം ഇതിൻ്റെ തന്നെ ബ്ലോക്ക് അവിടെ ഉണ്ട്. അതുപോലെ ഇതുകൊണ്ട് ഇതിനെ വെട്ടിയെടുക്കാൻ കഴിയില്ല, ഇത് പരസ്പരം ബ്ലോക്കായി സുരക്ഷിതമായി ഇതിൻ്റെ നടുവിൽ ഉണ്ട്. പിന്നെ ഇപ്പോൾ ആകെ കഴിയുന്നത് ഇത് ഇങ്ങോട്ട് നീക്കുക എന്നതാണ്. അങ്ങനെ നീക്കി വെച്ചപ്പം ഈ പുലിക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ടേക്ക് നീക്കാം. ഇങ്ങോട്ടേക്ക് നീക്കുമ്പം ഈ ആട് ഇങ്ങോട്ടേക്ക് നീങ്ങി. ഇനി 3 പുലികളും എങ്ങോട്ട് പോകും? അവിടെ കുടുങ്ങിക്കിടക്കുകയും പുലി തോൽക്കുകയും ചെയ്തു. ഇതാണ് ആടുപുലിയാട്ടം എന്ന കളി.